ഗൈസ്, നമുക്കൊരു വാട്ടർ പ്യൂരിഫയർ നേറ്റീവിൻ്റെ ഇൻസ്റ്റാളേഷനാണ്. ചില വീടുകളിൽ ടാപ്പ് വെക്കും. ടാപ്പിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് ഈ ഒരു സാധനം വരുന്നത്. ഭയങ്കര ഉപദ്രവമാണ്. കാരണം വെച്ചാൽ അത് ഊരാൻ പോലും പറ്റില്ല. എന്നാൽ ഈ സ്പേസ് പോലും ഉണ്ടാവില്ല. ഒരു മാന്യമായ ഒരു പൈപ്പ് കമ്പനി, ഏതാ കമ്പനി ഞാൻ ഓർക്കണില്ല, ഒരു സൈഡിൽ കുറച്ച് അങ്ങനെ ആ ടാപ്പ് ഊരിയതിന് ശേഷം നമ്മൾ അവിടെ നമ്മുടെ വാട്ടർ പ്യൂരിഫയറിൻ്റെ കണക്ടറായ ഡൈവേർട്ട് വാൽവ് ഫിറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് പരിപാടി വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അത് ഊരിയിട്ട് അവിടെ നമ്മൾ ഡൈവേർട്ട് വാൽവ് കണക്ട് ചെയ്യണം. ഇത് ഇൻസ്റ്റാളേഷൻ എല്ലാവർക്കും അറിയാമായിരിക്കും. ജസ്റ്റ് ഒരു വീഡിയോ ഫോർമാറ്റിൽ എടുത്തപ്പോൾ കംപ്ലീറ്റ് എടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഡൈവേർട്ട് വാൽവ് കണക്ട് ചെയ്തിട്ട് ഇതിന് ശേഷം ഇതിൽ ടാപ്പ് കണക്ട് ചെയ്യണം. എന്നിട്ട് ഇതിലാണ് ബാക്കി നമ്മൾ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇത്രയും കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു പ്രോസസ്സ് കഴിയും. പിന്നെ നമ്മൾ ഡൈവേർട്ട് വാൽവ് കണക്ട് ചെയ്ത് ഈ പൈപ്പിൽ ലീക്കൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ ഈ പൈപ്പ് വർക്കിംഗ് ആണോ നോക്കുക. കാരണം വെച്ചാൽ മറ്റവിടെ വാഷറെങ്ങാനും ജാമായിട്ട് ബ്ലോക്ക് ആവും. അപ്പോൾ ഉണ്ടോ നല്ല ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫോഴ്സ് സെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഇത് ചെയ്തതിന് ശേഷം നമ്മൾ വേറെ മെഷീൻ എടുത്തിട്ട് ഇവിടെ ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്. ഇത് നേറ്റീവ് എന്ന മെഷീനാണ്, അതായത് അർബൻ കമ്പനിയുടെ നേറ്റീവ് എന്ന മെഷീനാണ്. ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഇയറാണ് ഇതിൻ്റെ ഫിൽറ്റർ ലൈഫ് വരുന്നത്. M1 എന്നാണ് മെഷീൻ്റെ പേര് വരുന്നത്. ഏകദേശം 13 വരും. അപ്പോൾ ഓഫറും കഴിഞ്ഞിട്ട് ഏകദേശം 11 ആ റേഞ്ചിനൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലും കുറച്ച് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫിൽട്രേഷൻ സിസ്റ്റം വരുന്നത്. ഏകദേശം ഒരു 6 ടൈപ്പ് ഫിൽറ്റർ ഇതിനകത്ത് വരുന്നുണ്ട്. നോർമലി ഇവർ 10 സ്റ്റേജ് എന്നാണ് പറയുന്നത്. പക്ഷേ 10 സ്റ്റേജ് ഇതിനകത്തില്ല. ഒരു 6 ടൈപ്പ് ഫിൽറ്ററേ ഉണ്ടാവുള്ളൂ. അതിൽ ഒരെണ്ണത്തിൽ തന്നെയാണ് 4 അവരടങ്ങിയിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ നോർമലി ഇതിൻ്റെ ടാപ്പ് ഇച്ചിരി കംപ്ലയിൻറ്റ് വരാറുണ്ട്. പക്ഷേ കുഴപ്പമില്ല. ഇതിൻ്റെ ബോർഡൊക്കെ ഭയങ്കര ഓപ്പണായിട്ട് ഇരിക്കുന്നതാണ്. ലീക്കൊക്കെ വന്നാൽ ചിലപ്പോൾ വീഴാവുന്ന രീതിയിലാണ്. ഓവർഫ്ലോ ഒക്കെ വന്നാൽ ബോഡി വീഴും. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവമുണ്ട്. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അത്ര വലിയ ബെസ്റ്റ് ക്വാളിറ്റിയൊന്നുമില്ല, ഒരു നോർമൽ ക്വാളിറ്റിയാണുള്ളത്. പിന്നെ ഇതിൻ്റെ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊട്ടി സൗണ്ട് ഉണ്ടാകും. പക്ഷേ അതൊന്നും ഇടാൻ മറന്നുപോയി. ആ ഒരു സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കന്നാസിലൊക്കെ തട്ടുന്ന ആ ഒരു സൗണ്ടാണ് വരുന്നത്. പക്ഷേ അത്യാവശ്യം ഈ ഒരു റേഞ്ചിന് 2 ഇയർ വാറണ്ടി കൊടുക്കുന്നതും പിന്നെ എല്ലാ പാർട്സും അവർ ഓൺ ടൈമിൽ തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ നല്ലതാണ്. പിന്നെ കോർപ്പറേഷൻ വാട്ടറാണ് യൂസ് ചെയ്യണമെങ്കിൽ മെയിൻലി ഇത് മേടിക്കായിരിക്കും. കാരണം ഇത് 6 ഉള്ള മോഡൽ മാത്രമേ ഉള്ളൂ. കോർപ്പറേഷൻ വാട്ടറിന് 6 വെക്കേണ്ട ആവശ്യമില്ല. ഓവർ എക്സ്പെൻസ് ആയിരിക്കും. കാരണം നിങ്ങൾ 2 ഇയർ കൂടുമ്പോഴത്തേക്കും സർവീസ് ചെയ്യുമ്പം ഏകദേശം 5000 രൂപയാവും. അങ്ങനെ ഇൻസ്റ്റാളേഷൻ ടൈമിൽ ഒരുപാട് പ്രൊസീജിയറുണ്ട്. അതായത് എല്ലാ സാധനങ്ങളും നമ്മൾ അപ്പോൾ വീഡിയോ കാര്യങ്ങളെടുത്ത് ഇവർക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ ടൈമിൽ എല്ലാ സംഭവങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞ് ഇനി ലീക്ക് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ വരുന്നത്. കാരണം വെച്ചാൽ ഈ മോഡൽ ഒരിക്കലും ലീക്ക് വരാറില്ല പൊതുവേ. പക്ഷേ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ ഇൻകേസ് ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറെ വിളിക്കാനുള്ള ഒരു കോൺടാക്ട് നമ്പറോ കാര്യങ്ങളോ ഉണ്ടാവില്ല. കസ്റ്റമർക്ക് നമ്മളെ ഉണ്ടാവില്ല. പിന്നെ അത് റീഷെഡ്യൂൾ ചെയ്ത് പിന്നെ വേറെ ദിവസത്തേക്കായിരിക്കും വരുന്നത്. അപ്പോൾ തന്നെ ലീക്കൊക്കെ വന്ന് മെഷീൻ ആകെ മെഴുകി മൊത്തം വെള്ളമായി ബോർഡോ എന്തെങ്കിലും പോകാനുള്ള സാധനങ്ങളൊക്കെ പോയി കാണും. പിന്നെ കംപ്ലീറ്റ് റീപ്ലേസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ചില സമയത്തൊക്കെ ഇത് നമ്മളെ നിന്ന് പൈസ പോകും. അതായത് പേ ബൈ യു എന്നുള്ളൊരു സംഭവമൊക്കെ കാണിച്ചിട്ട് നമ്മുടെ നിന്ന് പേയ്മെൻറ്റ് കട്ടാവും. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇത് ചെക്ക് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഈ ഒരു ലിവറാണ്. ലിവർ എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ആകും. അപ്പോൾ നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ കെയർ ചെയ്ത് യൂസ് ചെയ്തിട്ടും കാര്യമില്ല. എത്ര നല്ലപോലെ നോക്കിയവരുടെ ലിവർ പോകുന്നുണ്ട്. അത് 100% റീപ്ലേസ് കിട്ടുകയും ചെയ്യും. പേയ്മെൻ്റ് ഒന്നും ആവില്ല. അപ്പോൾ മറ്റ് ബ്രാൻഡുകൾ ഉപയോഗിച്ച് ഇവയ്ക്ക് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ 2 ഇയർ അൺകണ്ടീഷണൽ വാറണ്ടിയാണ് ഇവർ പറയുന്നത്. അതായത് എന്ത് സാധനങ്ങളുണ്ടെങ്കിലും അത് റീപ്ലേസ് കിട്ടും. അതിനുള്ള കോസ്റ്റും ഇവർ ഫസ്റ്റ് തന്നെ ഈടാക്കുന്നുണ്ട്, എല്ലാ കമ്പനികളും പോലെ തന്നെ. അതേപോലെ തന്നെ ഇതിൻ്റെ ഫിൽറ്റർ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നത് 2 ഇയർ കൂടുമ്പോഴാണ്. ഇതിന് 1 ഇയർ ചേഞ്ച് ചെയ്യേണ്ട. നോർമലി RO മെഷീൻസ് 2 ഇയർ കൂടുമ്പോഴൊക്കെ മാറിയാൽ മതി. 2 ഇയർ എങ്കിലും മാറണം. ചില കസ്റ്റമേഴ്സ് ഇവിടെ മാറാറില്ല. അതുകൊണ്ട് അങ്ങനെയും ചില കംപ്ലയിൻസൊക്കെ വരും. അപ്പോൾ 2 ഇയർ കൂടുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് മാറണം. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ ഞാനൊട്ടും ഇതിനോട് യോജിക്കുന്നില്ല. കാരണം 2 ഇയർ കൂടുമ്പോൾ മാറുന്ന ഫിൽറ്ററിനോട്. കാരണം വെച്ചാൽ ഹെവി അഴുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ 2 ഇയർ കൂടുമ്പം മാറുന്ന മെഷീൻസ് പൊതുവെ മേടിക്കാതിരിക്കുക. കാരണം നിങ്ങൾ നോക്കുമ്പോൾ ശരി ഇടയ്ക്കിടയ്ക്ക് സർവീസ് അലവേനയില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും. പക്ഷേ എന്നിരുന്നാലും ഒരു ഇയർലി സർവീസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് ഇതിന് വേണ്ടത്. കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളമാണല്ലോ. അപ്പോൾ അതേപോലെ കെയർ ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. ഇപ്പം കുറച്ച് ഏകദേശം വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള എൻക്വയറീസ് കുറവാണ്. എന്നാലും പുറത്താണ് മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാലും എനിക്ക് ലാംഗ്വേജിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മാക്സിമം ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഓക്കെ, ബൈ.